CPMകാർ RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ അനുമതി നൽകാതെ സംസ്ഥാന സർക്കാർ. CPMകാർ കൊലപ്പെടുത്തിയ 7 RSS BJP പ്രവർത്തകരുടെ കേസുകളിലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്. ഹൈക്കോടതി അനുമതി നൽകിയിട്ട് പോലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. മിഥുൻ, സ്വാഭാവികം, കാരണം ഈ കണ്ണൂരിലൊക്കെ CPM നടത്തിയിട്ടുള്ള പല കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് സംഘത്തിൻ്റെയും BJPയുടെയും പ്രവർത്തകരെയൊക്കെ കൊന്ന കേസുകളുടെ ഒരു പിന്നാമ്പുറം നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ ജില്ലാ നേതൃത്വം മാത്രമല്ല, സംസ്ഥാനത്തെ തന്നെ CPMൻ്റെ പല നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ പോകാൻ പാടില്ല എന്നത് തന്നെയാണല്ലോ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഗൗതം, നമുക്കറിയാം ഈ സംസ്ഥാനത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം ഭൂരിഭാഗവും രാഷ്ട്രീയ നിയമനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ കേസുകളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്നൊരാവശ്യം BJPയും RSSും മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി വരുന്ന ഭൂരിഭാഗം പേരും ഒരു CPM അനുഭാവികളായ ആളുകളായിരിക്കും. അപ്പോൾ കേസ് ശക്തമായ വാദം നടത്താനും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വേണമെന്നൊരു ആവശ്യം പൊതുവെ ഉയരാറുണ്ട്. പക്ഷേ കണ്ണൂരിൽ ഇപ്പോൾ അടുത്തിടെ വിചാരണ തുടങ്ങാനുള്ള ഏതാണ്ട് 7ഓളം കേസുകളുണ്ട്. ആ 7ഓളം കേസുകളിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാനാകില്ല എന്നൊരു നിലപാടാണ് CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ. കാരണം ഈ കേസുകളിലെ എല്ലാം പ്രതികൾ CPMകാരാണ്, CPM നേതാക്കന്മാരാണ്, CPMൻ്റെ സ്ഥിരം ക്രിമിനലുകളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കൂട്ടി വായിക്കാൻ. ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കണ്ണൂരിലെ പിണറായിയിലെ രമിത്ത്, നമുക്കറിയാം അച്ഛനെയും മകനെയും CPMകാർ കൊന്നൊരു സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഈ രമിത്തിൻ്റെ പിതാവ് ഉത്തമനെ, ചാവശ്ശേരിയിലെ ഉത്തമനെ CPMകാർ കൊലപ്പെടുത്തി. അതിന് പിന്നാലെ വർഷങ്ങൾക്കിപ്പുറം മകൻ രമിത്തിനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിന് ഏകദേശം കിലോമീറ്ററുകൾക്ക് ഉള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂമാഹിയിലെ ഷമേജ്, അതുപോലെ തന്നെ തില്ലങ്കേരിയിലെ വിനീഷ്, ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ക്രിമിനലുകൾ പ്രതിയായ ഒരു കേസാണ് അത്. പയ്യന്നൂരിലെ CK രാമചന്ദ്രൻ, നിരവധി കേസുകളിൽ പ്രതിയായ TCV നന്ദകുമാറും അതുപോലെ തന്നെ ചില CPMൻ്റെ പ്രാദേശിക നേതാക്കളടക്കം പ്രതികളായ ഒരു കേസാണ് CK രാമചന്ദ്രൻ്റെ വധക്കേസ്. അതുപോലെ തന്നെ ചൂരക്കാട് ബിജു, വിനോദ്, പാപ്പിനിശ്ശേരിയിലെ സുജിത്ത് എന്നീ BJP RSS പ്രവർത്തകരുടെ കേസുകളാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അനുവദിക്കാതെ സർക്കാർ ഇങ്ങനെ വൈകിപ്പിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും CPMകാർ പ്രതികളായ കേസുകളാണ്. അതിൽ ഇരകൾക്ക് നീതി ലഭിക്കരുത് എന്നൊരു ചിന്താഗതി സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതുകൂടാതെ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണവത്തെ ABVP പ്രവർത്തകനായിരുന്ന ശ്യാമപ്രസാദിൻ്റെ കൊലപാതക കേസുകൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് പ്രതികൾ. ആ കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതിന് BJP ഉൾപ്പെടെ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഭീകരരുമായി ഉൾപ്പെടെ ചില ധാരണകൾ CPMനുണ്ടായിരുന്നു. ആ ധാരണകളുടെ ഭാഗമായിട്ടാണ് ഈ കേസിൽ ഉൾപ്പെടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതൊരു വിമർശനമാണ് ഉയരുന്നത്. കൂടാതെ ഏതാനും ദിവസം മുമ്പ് CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന നരോത്ത് ദിലീപനെ കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ഹൈക്കോടതി തന്നെ വെറുതെ വിടുന്നൊരു സാഹചര്യമുണ്ട്. ഇതടക്കം CPM പോപ്പുലർ ഫ്രണ്ട് ഒത്തുകളിയുടെ ഭാഗമാണെന്നൊരു വിമർശനവും ഉയർന്നിരുന്നു. എന്തായാലും ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ, അതായത് CPMകാർ പ്രതികളായ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളായ കേസുകളിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കുകയാണെങ്കിൽ അതിന് സർക്കാരല്ല പണം ചിലവാക്കേണ്ടത്, അത് ആ കേസ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അത് അത്തരമൊരു സാഹചര്യം മുന്നിൽ ഉണ്ടായിട്ട് കൂടി സർക്കാരിന് ഗുണമായിട്ട് കൂടി എന്തിനവർ തയ്യാറാവുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഗൗതം. ഓക്കെ മിഥുൻ, വ്യക്തമാണ്. CPMും അതോടൊപ്പം തന്നെ ഭീകര സംഘടനയായ SDPIയും പോപ്പുലർ ഫ്രണ്ടുമൊക്കെ കൊലപ്പെടുത്തിയ BJP RSS പ്രവർത്തകരുടെ കേസുകളുടെ അന്വേഷണം വളരെ കൃത്യമായി നടക്കാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുടുംബം ആവശ്യപ്പെടാറുണ്ട്, സംഘടന ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ അതിന് തയ്യാറാകുന്നില്ല കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടത് സർക്കാർ. പല കേസുകളിലും കോടതി തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കൂ എന്ന് പറയുമ്പോഴും സർക്കാർ അതിൽ ഉഴപ്പ് കാണിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്.